ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ആൽഫ ട്രോമ മൻഹയുടെ ചാപ്റ്റർ 2 ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ അവസാനിപ്പിച്ചത് യോന വലുതായി ഇപ്പോൾ കോളേജിൽ പഠിക്കുകയാണ്. അവൻ കോളേജിൽ പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്ക് ഇവിടെ കാണാം, അവൻ്റെ ഇന്നത്തെ ക്ലാസ് എവിടെയാണെന്ന് നോക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഫ്രണ്ടിൻ്റെ കൂടെ ഫോണിൽ സംസാരിക്കുകയാണ്. യോന പറയാണ്, എന്താടാ നീ പറഞ്ഞേ, ഞാൻ കേട്ടില്ല, നീ ഒന്നുകൂടെ പറഞ്ഞേ. അവൻ നോക്കുമ്പോൾ അവിടെ ബിൽഡിംഗ് എ എവിടെയാണെന്ന് പറയുന്നില്ല. അപ്പോൾ അവൻ വേറെ വഴിയിൽ പോയാലോ എന്ന് ചിന്തിക്കുകയാണ്. ഇതൊക്കെ യോന ഫ്രണ്ടിൻ്റെ കൂടെ ഫോണിൽ സംസാരിക്കുമ്പോൾ ചിന്തിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട് പറയാണ്, നീ എങ്ങനെയാടാ എന്നോട് പറയാതെ കൊറിയയിൽ പോവുക? നമ്മുടെ ബന്ധം അത്രയേ ഉള്ളൂ. യോന പറയാണ്, ഡാനി, നമ്മൾ ജസ്റ്റ് ഫ്രണ്ട്സാണ്. ഞാനെന്തോ സീക്രറ്റായി കൊറിയയിൽ വന്നതുപോലെയാണല്ലോ നീ പറയുന്നത്. അപ്പോൾ യോനേൻ്റെ ഫ്രണ്ട് പറയാണ്, എനിക്ക് നല്ലോണം വേദനിച്ചു പോയോൺ. അപ്പോൾ യോന പറയാണ്, ഞാൻ എത്ര കാലമായി എനിക്ക് 20 ആയാൽ കൊറിയയിൽ വരുമെന്ന് പറയുന്നു. നീ ഇങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യാതെ എന്നെ കാണാൻ കൊറിയയിൽ വന്നൂടെ? പക്ഷേ നിനക്ക് 18 ഉള്ളൂ. എൻ്റെ കൊറിയൻ ഏജ് പ്രകാരം ഞാൻ 20. നീ ആ ആളിനെ അന്വേഷിക്കാൻ തുടങ്ങിയോ? ഏതാൾ? നീ എപ്പോഴും പറയില്ലേ ടീച്ചറില്ലേ? അപ്പോൾ യോന മനസ്സിൽ വിചാരിക്കുകയാണ്, ആദ്യ പ്രണയം ഒരിക്കലും സഫലമാകില്ല. ഇവിടെ ദോയുനെ കാണുന്നു. ദോയുൻ പറയാണ്, യോന, ഞാൻ ആർമിയിലേക്ക് ജോയിൻ ചെയ്യാൻ പോവാണ്. എൻ്റെ ടീച്ചറുമായിട്ടുള്ള കണക്ഷൻ ടീച്ചർ ആർമിയിലേക്ക് പോയപ്പോൾ നിന്നു. ടീച്ചർ നമ്പർ മാറ്റി. പിന്നെ ഞാൻ അമേരിക്കയിലേക്ക് പോയി. യോന അപ്പോൾ പറയാണ്, എന്നെ ഉപേക്ഷിച്ചതാണ്. നീ എന്താ പറഞ്ഞേ? ഒന്നുമില്ല, അത് വിട്ടേക്ക്. യോന വിചാരിക്കുകയാണ്, ഇത് സംഭവിച്ചിട്ട് ഇപ്പോൾ 4 വർഷമായി. എനിക്ക് 20 വയസ്സാകുകയും ഒമേഗയായി ഞാൻ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തു. അതെൻ്റെ രൂപം പൂർണ്ണമായി മാറ്റി. ഞാൻ ഗ്ലാസ് ഇടുന്നത് നിർത്തി. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പാണ് എൻ്റെ ടീച്ചർക്ക് എന്നെ കണ്ടാൽ മനസ്സിലാകില്ല. യോന പറയാണ്, എടാ ശരിയടാ, എന്നാൽ ഞാൻ പോവാണ്. അപ്പോൾ ഫ്രണ്ട് പറയാണ്, നീ എന്താ ഇത്ര ബിസി? നീ കൊറിയയിൽ ഫണ്ണിനല്ലേ പോയെ? നീ എന്താ പറയുന്നേ? നിനക്ക് എവിടെ നിന്ന് കിട്ടിയത്? ഞാൻ കോളേജിൽ ചേർന്നു ഡാനി. യോന ഒരിടത്ത് നോക്കി വിചാരിക്കണം, ഇവിടെയാണോ ബിൽഡിങ്ങേ ഉള്ളത്? ഡാനി പറയാണ്, ഓയോൺ, നീ റെഡിക്കും? അത് ഫ്രണ്ട് പറയൽ യോന കോൾ കട്ട് ചെയ്തു. യോന ബിൽഡിംഗ് എ നോക്കുകയാണ്. അവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ പുതിയ കുട്ടികളുടെ പരിപാടിയാണ്. പരിപാടി എന്ന് പറയുമ്പോൾ അവരെ സ്വാഗതം ചെയ്യലാണ്. യോന പറയാണ്, ഫ്രഷ്മാൻ ഓറിയൻറ്റേഷൻ ഫുൾ സ്പീച്ചുകളായിരുന്നു. അങ്ങനെ ഞങ്ങൾ കോളേജിൽ ചേർന്നതിന് കുറേ കൺഗ്രാറ്റ്സ് എല്ലാം കിട്ടി. പിന്നെ പുതിയ കോളേജിനെ പറ്റി കുറച്ച് പുകഴ്ത്തി ടീച്ചേഴ്സൊക്കെ. അതിനുശേഷം ഞങ്ങളെ മൾട്ടിമീഡിയ റൂമിലേക്ക് ക്ലാസ് രജിസ്ട്രേഷന് വേണ്ടി അയച്ചു. അങ്ങനെ യോന കമ്പ്യൂട്ടറിൽ രജിസ്റ്റർ ചെയ്യാണ്. പെട്ടെന്ന് പുറകിൽ നിന്ന് ഒരാൾ ചോദിക്കുകയാണ്, എന്താണ് ചൂസ് ചെയ്യേണ്ടതെന്ന് ഉറപ്പിക്കാൻ പറ്റുന്നില്ലേ? യോനക്ക് പെട്ടെന്ന് ഫെറമോൺസ് സ്മെൽ ചെയ്യാണ്. അയാൾ പറയാണ്, നീ ഇതും അതും പിക്ക് ചെയ്തോ? നിനക്ക് വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ? യോന വിചാരിക്കണം, ഇവൻ ഒമേഗയാണ്. എന്നിട്ട് യോന ചോദിക്കുകയാണ്, അപ്പോൾ ലിബറൽ ആർട്സ് കോഴ്സോ? ലിബറൽ ആർട്ട് കോഴ്സോ? അത് നല്ല മാർക്കുള്ളവർക്ക് നല്ല ചോയ്സാണ്. ഇംഗ്ലീഷ് ഒരു ബേസിക് കോഴ്സാണ്. അതുകൊണ്ട് അതിൻ്റെ കോമ്പറ്റീഷൻ ടഫായിരിക്കും. നീ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് എടുക്കുന്നതായിരിക്കും നല്ലത്. നിനക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടോ? യോന പറയാണ്, അതെ ഉണ്ട്. ഇതിന് പ്രൊഫസർ ഒരു ഒമേഗയാണ്. അദ്ദേഹത്തിന് ഹീറ്റ് സൈക്കിൾ അതിനെയൊക്കെ കുറിച്ച് ധാരണ നല്ലോണമുണ്ട്. താങ്ക് യു. അപ്പോൾ ഒരു പ്രൊഫസർ പറയാണ്, ഇപ്പോൾ ഓറിയൻറ്റേഷൻ കഴിഞ്ഞ് ഇനി നിങ്ങൾക്ക് വീട്ടിലേക്ക് പോവാം. യോന അവൻ്റെ ബാഗ് എടുത്ത് ഒക്കെ സെറ്റാക്കി പോകാൻ നിൽക്കുകയാണ്. അപ്പം പുറത്ത് പോകുമ്പോൾ ഒരു പെണ്ണ് ചോദിക്കുകയാണ്, നിനക്ക് ഇതിന് ശേഷം പുറത്തു പോകണോ എൻ്റെ കൂടെ? അപ്പോൾ യോന വിചാരിക്കണം, അവൾ ആൽഫയാണ്. യോന മറുപടി പറയാണ്, ഇല്ല, ഞാൻ ബിസിയാണ്. എന്നിട്ട് അതും പറഞ്ഞ് യോന നടക്കുകയാണ്. പെട്ടെന്ന് ഒരു യാഥാർത്ഥ്യം എൻ്റെ മനസ്സിലൂടെ പോയി. ഞാൻ US സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഉപേക്ഷിച്ചിട്ട് അമ്മയുടെ സമ്മതം വാങ്ങി കൊറിയയിൽ വന്നു. ഞാൻ എടുത്തത് ഒരു പൊട്ട തീരുമാനമായിരുന്നു. ശരിയാണ്, ഈ കോളേജിന് കുറേ ഗുണങ്ങളുണ്ട്. എന്നാൽ അതിനു വേണ്ടി മാത്രമല്ല ഇവിടെ ഞാൻ വന്നത്. ടീച്ചർ എൻ്റെ 4 വയസ്സിന് സീനിയറാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം കോളേജിൽ ഈ ഏജ് ഗ്യാപ്പില്ലേ? അദ്ദേഹം മിലിറ്ററിയിൽ പോയി, പക്ഷേ അദ്ദേഹം തിരിച്ച് കോളേജിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹം ഒരു 3rd ഇയർ സ്റ്റുഡൻ്റ് ആയിരിക്കും. എനിക്ക് അദ്ദേഹത്തെ കാണാൻ ഒരു ചാൻസ് കിട്ടുമോ? എനിക്കറിയാം അതങ്ങനെ നടക്കാത്ത കാര്യമാണ്. എന്നാൽ ഞാൻ കോളേജിൽ എൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തു. എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ കാത്തു നിന്നു. എന്നിട്ട് ഞാൻ കോളേജ് എൻട്രൻസ് സെറമണിയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ അവിടെ വലിയ ആൾക്കൂട്ടത്തെ കണ്ടു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ എൻ്റെ ട്യൂട്ടറിനെ കണ്ടാലും ഞാൻ ഇത്രയും കാലം കാത്തുനിന്ന ആ ചാൻസ് വന്നാൽ എനിക്ക് അറിഞ്ഞുകൂടാ ഞങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുക എന്ന്. എനിക്ക് തോന്നുന്നില്ല ടീച്ചർ എന്നെ കണ്ടാൽ ഹാപ്പി ആവുമെന്ന്. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് കണ്ട അവസാന ഭാവം ലജ്ജയുടേതായിരുന്നു. ടീച്ചറിനെ കോളേജ് വരെ ഫോളോ ചെയ്തു എന്നറിഞ്ഞാൽ അദ്ദേഹത്തിന് എന്നോട് അറപ്പാകുമോ? എന്നിട്ട് യോന പറയാണ്, ഇല്ല, അദ്ദേഹത്തിന് എന്നെ മനസ്സിലാകില്ല. എന്നാലും ഭാഗ്യം, ഇവിടെ അധികം ആൽഫയൊന്നുമില്ല.
പെട്ടെന്ന് യോനക്ക് ഫെറമോൺ സ്മെൽ ചെയ്യാൻ തുടങ്ങുകയാണ്. അവൻ പറയാണ് ഇത് ഡൊമിനൻ്റ് ആൽഫയുടെ ഫെറമോൺസ് ആണ്. നമുക്ക് കാണാം ആ ഡൊമിനൻ്റ് ആൽഫയുടെ നടത്തം, അവൻ്റെ പുറകു വശം. അപ്പോൾ യോന വിചാരിക്കുകയാണ് ഞാൻ ഈ പിന്നിലെ രൂപം എവിടെയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ആൾ തിരിഞ്ഞു നോക്കുകയാണ്. അത് നമ്മുടെ ടീച്ചറായിരുന്നു. യോനക്ക് സമയം സ്തംഭിച്ചതുപോലെ തോന്നി. ഒരു നിമിഷത്തേക്ക് അവൻ്റെ ഹൃദയം സ്തംഭിച്ചതുപോലെ. അപ്പോൾ ദോഹ്യുനോട് അവൻ്റെ ഫ്രണ്ട് സംസാരിക്കുകയാണ്. കിം ദോഹ്യുൻ, നീ ഇപ്പോഴാണോ ഇവിടെ വരുന്നത്? യോന മനസ്സിൽ വിചാരിക്കുകയാണ്, ഈ 4 വർഷത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത മുഖം, സൗമ്യമായ കണ്ണുകൾ, ഷാർപ്പായ പുരികം, അതെൻ്റെ ടീച്ചറാണ്. യോന പെട്ടെന്ന് ഞെട്ടി. എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, കുറേ കാര്യങ്ങൾ ടീച്ചറെ പുഞ്ചിരിപ്പിക്കാൻ. പിന്നെ ടീച്ചർ അത് കേട്ട് എൻ്റെ തലയിൽ തലോടാൻ. യോന ചോദിക്കുകയാണ്, എക്സ്ക്യൂസ് മീ, പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിലുള്ള ഒരു പേടി മാറ്റാൻ പറ്റുന്നില്ല. നിങ്ങൾ ഒരു ആൽഫയാണ്. യോന പണ്ട് ടീച്ചറോട് പറഞ്ഞത് യോന ഓർക്കുകയാണ്. എന്നെ കണ്ടാൽ ആൽഫയെ പോലെയുണ്ടോ? ടീച്ചർ പറയാണ്, യെസ്, അതേ, ഞാൻ ആൽഫയാണ്. ഇതോടെ ഇന്നത്തെ ചാപ്റ്റർ അവസാനിച്ചു. അടുത്ത ചാപ്റ്റർ കൊണ്ട് മറ്റൊരു ദിവസം വരാം. എൻ്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്